അമ്മേ ശരണം, ദേവി ശരണം. നമുക്കിന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്ന് അന്നദാനം കഴിച്ചാലോ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കൊടുങ്ങല്ലൂർ അമ്മയുടെ അന്നദാനം? കേരളത്തിലെ തന്നെ അതിപ്രശസ്തവും പുരാതനവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപമാണോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ് അന്നദാന മണ്ഡപം വരുന്നത്. എല്ലാ ദിവസവും അന്നദാനം കൊടുക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം. സാധാരണ ദിവസങ്ങളിൽ 1000-ൽ താഴെ ഭക്തന്മാരും ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ 1000-ന് മുകളിൽ ഭക്തന്മാരുമായിരിക്കും അമ്പലത്തിൽ അന്നദാനം കഴിക്കാനുണ്ടാവുന്നത്. ഇന്നെന്റെ കൂടെ ആലപ്പുഴയിൽ നിന്ന് വന്ന കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ അന്നദാനം കഴിക്കാൻ. ഭഗവതിക്ക് നേദിച്ച പടച്ചോറും പായസവുമാണ് ഇവിടെ ഭക്തർക്ക് അന്നദാനമായി കൊടുക്കുന്നത്. തന്റെ മണ്ണിൽ വരുന്ന ഓരോ ഭക്തരും ഒഴിഞ്ഞ വയറുമായി മടങ്ങിപ്പോകരുത് എന്ന അമ്മയുടെ ഉറച്ച തീരുമാനമാണ് ഇവിടെ നിത്യവും നടത്തി വരുന്ന അന്നദാനം. ലളിതമായ ഭക്ഷണ രീതിയാണെങ്കിൽ കൂടിയും നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഓരോ ഭക്തരും അന്നദാനം കഴിച്ചു മടങ്ങുന്നത്. കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് നേദിച്ച പായസവും പടച്ചോറും നിങ്ങൾ ഓരോരുത്തർക്കും കഴിക്കാൻ പറ്റട്ടെ എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മേ ശരണം, ദേവീ ശരണം.